2500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഹാഫ് ഇൻ ഇയർ TWS നോക്കുകയാണെങ്കിൽ അത് ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ദേ എൻ്റെ കയ്യിലിരിക്കുന്ന Oppo Enco Air 2. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു Oppo Enco Air 2 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് Oppo Enco എന്നും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും Air 2 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിറകിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് മാർച്ച് 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് 3999 രൂപയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 2499 രൂപയും ഓഫർ സമയത്ത് നമുക്ക് 1999 രൂപയും കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലൂ ആണ്, ഇതല്ലാണ്ട് നമുക്ക് വൈറ്റിലും കിട്ടും. ഏതിനാണെങ്കിലും ഈ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ്. എന്തായാലും അത്യാവശ്യം നല്ല പ്രീമിയം ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കേസ് പോലും കാണാൻ സാധിക്കുന്നത്. പൊതുവെ ഓപ്പോ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളതും. അപ്പോൾ അതേ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് നോക്കുവാണെങ്കിൽ ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു യൂസർ ഗൈഡും കൂടാതെ ഇവിടെ നമുക്ക് കേബിൾ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിലും അവിടെ ആക്ച്വലി കേബിൾ കാണാനില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പൊതുവേ നമ്മൾ Oppo Enco ബഡ്സ് അൺബോക്സ് ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതുപോലെ തന്നെയായിരുന്നു, കേബിൾ നമുക്ക് കൂടെ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ Oppo Enco Air 2. ആദ്യം നമുക്ക് ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഓപ്പോ ഇതിന് പറയുന്നത് ട്രാൻസ്ലൂസൻറ്റ് ജെല്ലി കേസ് ലിഡ് ഇന്നോവേഷൻ ലൈറ്റ് ഡിസൈൻ ആണ്. ലൈറ്റ് ഡിസൈൻ എന്ന് മാത്രമല്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. കൂടാതെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ ഉള്ളിൽ അങ്ങോട്ട് ഒതുങ്ങിയിരിക്കും. മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ കൈയുടെ സ്ക്രാച്ചസ് ഒന്നും അങ്ങോട്ട് വരാൻ ചാൻസസ് വളരെ കുറവാണ്. എന്നാൽ ലൈറ്റ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലൂ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും പെട്ടെന്ന് അഴുക്ക് പറ്റാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ഒന്നെങ്കിൽ ഇതിന് പറ്റിയ കേസ് എന്തെങ്കിലും വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് വൃത്തിയോടെ കൊണ്ട് നടക്കുക. ഇനി കേസ് നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 440 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 24 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് നമ്മളൊരു 50% പാട്ട് കേട്ടാൽ 2 hours ആണ് ചാർജിങ് ടൈം കമ്പനി പറഞ്ഞത്. അത് ഇയർബഡ്സ് പ്ലസ് കേസ് ആണ്. ഇയർബഡിന് പക്ഷേ 1.5 മണിക്കൂറും പറഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ് മതിയാവും 440 mAh 100% ചാർജ് ആകാനായിട്ട്. ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ 5V2A അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം. പിറകിൽ നോക്കുകയാണെങ്കിൽ ഓപ്പോയുടെ ലോഗോയും കൂടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ അപ്പ് ഫ്ലാഷ് കണക്ട് ടെക്നോളജി നമുക്ക് ഇതിനകത്തുണ്ട്. അതായത് ഇൻസ്റ്റാ വേക്ക് ആൻഡ് പേ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ IWP ടെക്നോളജി ഉണ്ടോ ആ സെയിം സാധനം തന്നെയാണ്. ഓൾറെഡി നമ്മൾ ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. ലിഡിന്റെ ക്വാളിറ്റി ഒക്കെ പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അതായത് നല്ല സ്ട്രോങ് തന്നെയാണ്. പിന്നെ അടിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാവും. അത് നിങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കരുത്, എന്താ പറയുക അങ്ങനെ ബ്രോ എൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ലിഡിന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട്. പൊതുവേ നമ്മൾ ഏതൊരു ഇയർബഡ് വാങ്ങിച്ചാലും ഇങ്ങനെ ഒരു ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഭയങ്കര സ്ട്രോങ് ആവത്തില്ല, പക്ഷേ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ആ ഒരു സ്ട്രോങ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇയർബഡുകൾ ഇരിപ്പുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാണ്ട് തന്നെ നമുക്ക് പുറത്തൂടെ കാണാം. നമ്മുടെ റിയൽമി ബഡ്സ് Q2S ഇതിന് മുന്നേ അൺബോക്സ് ചെയ്ത് അത് ഇതുപോലെ ആയിരുന്നു, പക്ഷേ അത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ഇതൊരു സെമി ട്രാൻസ്പെറൻറ്റ്. പിന്നെ ഓപ്പോ പറയുന്ന പോലെ ഒരു ജെല്ലി കേസ് ആണ് ഇത് കാണാൻ സാധിക്കുന്നത്, ഒരു ജെല്ലി മോഡൽ. എന്തായാലും ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ടിപ്പിക്കൽ ഹാഫ് ഇൻ ഇയർ TWS തന്നെയാണ്, അതിലൊന്നും വേറൊരു സംശയവുമില്ല. എന്നാൽ ഇതിൻ്റെ എഡ്ജസ് കണ്ട നല്ല ഒരു പോളിഷ്ഡ് ആണ്, കൂടാതെ നല്ല കർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ചെവിയിൽ അങ്ങോട്ട് വെച്ചാലും എത്ര നേരം വേണമെങ്കിലും നമുക്കിതങ്ങോട്ട് വെച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സംസാരിക്കാനാണെങ്കിലും നമുക്ക് പാട്ട് കേൾക്കാനും മൂവീസ് കാണാനും ആ ഒരു ഇയർ പെയിൻ വരാൻ ചാൻസസ് വളരെ കുറവാണ്. ബോട്ട് എയർഡോപ്സ് 131 കുറേ പേര് പറയുന്നുണ്ട് ഇയർ പെയിൻ ആണെന്നുള്ളത്, പക്ഷേ ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവമേ വരാൻ ചാൻസ് ഇല്ല. ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഇതൊരു ഗ്ലോസി ഫിനിഷ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. എന്നാൽ നമ്മളിത് എപ്പോഴും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രാച്ചസ് വരത്തില്ല കൂടുതലായിട്ട്. ഏറ്റവും പറയലായിട്ട് നമ്മുടെ ടച്ച് സെൻസേഴ്സ് കാണാം, അതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 13.4 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുക. കൂടാതെ 3.5 grams മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഈ സാധനം ഇതങ്ങോട്ട് ചെവി ഇരിക്കുന്ന ഫീലേ ഉണ്ടാവത്തില്ല. 27 mAh വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ 4 hours സിംഗിൾ ചാർജിൽ കിട്ടും. അതും നമ്മളൊരു 50% പാട്ട് കേട്ടാൽ 1.5 hours ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു ചാർജിങ് ടൈം കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കലി ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി നമ്മുടെ HeyMelody ആപ്പുമായിട്ട് സിങ്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇന്റർഫേസിലാണ് വന്നിരിക്കുന്നത്.
നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയും കൂടാതെ ലെഫ്റ്റിലും റൈറ്റിലും എത്ര ശതമാനം ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 100 കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് 90-ലോട്ടാണ് പോകുന്നത്, അല്ലാണ്ട് 99, 98 അങ്ങനെയല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കുക. കൂടാതെ എൻകോ ലൈവ് സൗണ്ട് എഫക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് EQ മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒറിജിനൽ സൗണ്ടിലാണ് കിടക്കുന്നത്, അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ബേസ് ഡോമിനേറ്റഡ് ആയി വേണമെങ്കിൽ ബേസ് ബൂസ്റ്റിലേക്ക് പോകാം. അതല്ല വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള വേണമെങ്കിൽ, പ്രത്യേകിച്ച് മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ക്ലിയർ വോക്കൽസിലേക്ക് പോകാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കൂടാതെ ഗെയിം മോഡ് വരുവാണെങ്കിൽ ഇതിനകത്ത് 80 ms ലോ ലേറ്റൻസി മോഡുണ്ട്. നിങ്ങൾ ഈ ഒരു ഹാഫ് ഇയർ വെച്ച് പൊതുവെ ഗെയിം കളിക്കുന്നത് നല്ലതല്ല. കാരണം നമ്മൾ 100% വോളിയം ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ഒരു എഫക്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയി പോകാനും ചാൻസ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആപ്പിൽ ഇങ്ങനെ വന്ന് ഓൺ ആക്കിയിട്ട് കളിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇയർബഡ്സ് കൺട്രോൾസിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും, അതായത് ഇയർബഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം ഗെയിം മോഡ് ഓൺ ആക്കാനായിട്ട്. ഇപ്പോൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല, ആ സമയത്ത് വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്ക് ഗെയിം മോഡ് കൊടുക്കാം. സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴും ഒന്നും കൊടുത്തിട്ടില്ല. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്കാണ് ലെഫ്റ്റിൽ പോകുന്നത്, റൈറ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്കും. കൂടാതെ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റിൽ ചെയ്യുന്ന സമയത്ത് വോളിയം ഡൗൺ ആവും, റൈറ്റിൽ ചെയ്യുന്ന സമയത്ത് വോളിയം അപ്പ് ആവും. ഇനി സിംഗിൾ ടാപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ആൻഡ് പോസ് കൊടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ലെഫ്റ്റിലും അതുപോലെ തന്നെ റൈറ്റിലും ഒക്കെ ഞാൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കോൾ വരുന്ന സമയത്ത് കോൾ കട്ട് ചെയ്യാനും കോൾ എടുക്കാനും പറ്റും. അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ അങ്ങോട്ട് ചെയ്യുക. എന്തായാലും കസ്റ്റം ചെയ്യാൻ പറ്റും നമ്മുടെ കൺട്രോൾസ്, നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ. ഇനി എബൌട്ടിലേക്ക് പോകുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാണാം. ആപ്പ് വേർഷനൊക്കെയാണ്. നിങ്ങൾക്ക് ഇത് ആക്ച്വലി നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാം, അതായത് ആപ്പ് വഴി നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലതാണ്. ബഗ്ഗൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഇതുപോലെ തരുമ്പോഴത്തേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ HeyMelody ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അവിടെ നിന്ന് വേറെ ഒരു സംശയം വെക്കേണ്ട. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കണ്ട കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെവിയിൽ അങ്ങ് വെച്ചാൽ മതി, അത് അവിടെ ഇരുന്നോളും. ഇനി എത്രയായിട്ട് തലയിട്ട് കുലിക്കാലും ഇനി ഓടിയാലും ചാടിയാലും തന്നെ ഈ സാധനം ഊരി പോകത്തില്ല. അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും ഇരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർ 131 പറയുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നേരം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇയർ പെയിൻ എടുക്കുന്നു എന്നുള്ളത്. ഞാൻ ആക്ച്വലി 2 മണിക്കൂറോളായിട്ട് ഈ ഒരു സാധനം എൻ്റെ ചെവിയിൽ വെച്ചിട്ട് പാട്ട് കേട്ട് നോക്കി, അതുപോലെ തന്നെ ഗെയിം കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കി. എന്തായാലും ഈ ഒരു സമയത്തിനിടയ്ക്ക് എനിക്കൊരു ചെവി പെയിനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല. പ്രത്യേകിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്, നല്ല രസമാണ്, ഇയർ പെയിനേ ഉണ്ടാവത്തില്ല, ഒരു സ്മോൾ ഡിസൈൻ ആണ്. പിന്നെ ഇതും 131 ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം 131 ഇരട്ടി വിലയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില. നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹാഫ് ഇൻ ഇയർ നല്ലവണ്ണം വേണമെങ്കിൽ Oppo Enco Air 2ലേക്ക് പോകാനേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Oppo Enco Air 2ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. ഞാൻ നോർമലി സംസാരിക്കുകയാണ് ഇൻഡോറിനകത്ത് ഇരുന്നിട്ട്. AI നോയിസ് ക്യാൻസലേഷൻ ഫോർ ക്രിസ്റ്റൽ ക്ലിയർ വോക്കൽസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയിലുണ്ട്. ഓൾറെഡി നമ്മൾ Oppo Enco ബഡ്സിൽ ഇതുണ്ടായിരുന്നു. ആ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ടുണ്ടാവും. അപ്പൊ അതുപോലെയൊക്കെയാണോ ഇതും? അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരാൾ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന കേൾക്കാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? 1990 രൂപ അതല്ലെങ്കിൽ 2490 നമ്മളൊരു കോളിംഗ് പേർപ്പസിന് ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആവോ? എന്തായാലും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതിന് അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്താലും അങ്ങനെ അടിച്ചു പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. Oppo Enco ബഡ്സിനകത്ത് IP68 ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് IPX4ലേക്ക് മാറ്റി. Oppo Enco ബഡ്സിനെക്കാളും സത്യം പറഞ്ഞാൽ കുറച്ച് കാശ് കൂടുതലാണ് ഇത്. എന്തുകൊണ്ടാണ് IPX4ലോട്ട് മാറ്റുന്നത് എനിക്കറിയത്തില്ല. ബജറ്റ് ആ ഒരു ചിലപ്പോൾ എവർ ഉദ്ദേശിച്ചത് IP68 ഒക്കെ വരുവാണെങ്കിൽ 3000-3500 ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം മിക്കവാറും ഇതിലേക്ക് മാറ്റാനും ചാൻസ്. കുഴപ്പമില്ല, IPX4ഉം പിറകിലൊന്നും അല്ല, അതിലും വേറെ ഒരു സംശയവും വെക്കേണ്ട. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിലേ ഇതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. സോ നമ്മളൊരു 100% പാട്ട് കേട്ടാൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് പാട്ടുകൾ കേൾക്കാൻ പറ്റും. ഒരു 90-95 ലെവലിലൊക്കെ നിങ്ങളൊരു ഏതൊരു ടൈപ്പ് പാട്ടിട്ടാലും ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ വോക്കൽ ആണെങ്കിൽ വോക്കൽ നല്ല ഡോമിനേറ്റഡ് ആയിരിക്കും. എന്നാൽ ഇതൊരു ബേസ് ലെവർ വാങ്ങിക്കണോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും നിങ്ങൾക്കൊരു ഹാഫ് ഇൻ ഇയറേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ചില ആൾക്കാർക്ക് ഇൻ ഇയർ വയ്ക്കുമ്പോഴത്തേക്ക് ഇയർ ടിപ്പ് വെച്ചിട്ടുള്ള ഒരു സംഭവം വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും. അതല്ല ചില ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പക്ഷേ ബേസ് ലെവർ ആണെങ്കിൽ ഈ പ്രോഡക്റ്റിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. ഭയങ്കര ബേസ് പ്രതീക്ഷിക്കരുത്. അതായത് നമ്മുടെ ഇൻ ഇയറിൽ കിട്ടുന്ന അതുപോലെ
മണ്ടക്കിട്ട് അടിക്കുന്ന പോലുള്ള ബേസ്, പക്ഷേ ബേസ് ഉണ്ട്. പ്രത്യേകിച്ച് ആ ഒരു EQ മോഡിൽ ബേസ് ബൂസ്റ്റ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല രീതിക്ക് ബേസ് ഉണ്ട്. ഞാൻ ആക്ച്വലി കുറച്ചുകൂടി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഇതൊരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ നല്ല രസമുണ്ട്. അതിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു നാൻ പിഴ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വിജയ് സേതുവിന്റെ സിനിമ ഏതാണെന്ന് ഓർക്കുന്നില്ല, പക്ഷേ ആ ഒരു പാട്ടൊക്കെ ഞാനിങ്ങനെ കേട്ടപ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് കുറേ മെലോഡിയസ് സോങ്ങുകളാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും എന്താ പറയുക, ഇത് എൻ്റെ ചെവിയിലുണ്ടായിരുന്നു. കാരണം കുറേ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക്, ഒരു പാട്ട് കേട്ടപ്പോഴത്തേക്ക് രണ്ടാമത്തെ പാട്ട് കേൾക്കാൻ തോന്നി, മൂന്നാമത്തെ പാട്ട് കേട്ടു. പക്ഷേ എല്ലാം തന്നെ ഞാൻ കേട്ടത് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഒരു 60 to 70% ഒരു നമുക്ക് നല്ല സേഫ് സോണാണ് നമുക്ക് കേൾക്കാനായിട്ട്. അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആണ്. എന്നാൽ പുറമെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനും ഒക്കെ പറ്റും. 50% നിങ്ങൾക്ക് വോക്കൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും. കൂടാതെ ബേസ് നല്ല രീതിക്ക് ഇല്ലെങ്കിൽ പോലും ഒരു ബേസ് അവിടെയും ഉണ്ട് കേട്ടോ, ഈ ഒരു 50%. അതായത് ഹാഫ് ഇൻ ഇയർ ആകുമ്പോൾ ചിലപ്പോൾ ഇല്ല പാട്ടയിലിട്ട് അടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ചില പ്രോഡക്റ്റുകൾ. 131 ഒക്കെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഇല്ല. ബേസ് ഉണ്ട്, ബേസ് ലെവറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. എന്നാൽ നിങ്ങൾക്ക് ഇൻ ഇയർ വെക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻ ഇയർ തന്നെ വാങ്ങിക്കുക. ഈ ഒരു ബേസ് എന്തായാലും ഇൻ ഇയറിന്റെ അത്രയ്ക്കും വരത്തില്ല. ഇനി ഇതിന്റെ ലേറ്റൻസിലേക്ക് വരുവാണെങ്കിൽ 5.2 ബ്ലൂടൂത്ത് വെർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസ് കാണുന്നുണ്ട്. ലിപ്സിംഗ് ഒക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ലോ ലേറ്റൻസി മോഡ് 80 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ പബ്ജി കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു 90 to 95% അല്ലെങ്കിൽ 100% ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുഡ് സ്റ്റെപ്പ്, പുറകെ നിന്ന് വരുന്ന ഫുഡ് സ്റ്റെപ്പ് പോലും എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ദയവ് ഇത് ഗെയിം കളിക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ബീസ് മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള ഒരു സാധ്യത പലതിലും ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിം കളിക്കാനായിട്ട് ഇത് വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻ ഇയർ വാങ്ങിക്കുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഹാഫ് ഇൻ ഇയർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചിട്ട് ഗെയിം കളിച്ചോളൂ, വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു Oppo Enco Air 2 കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളതാണ് Oppo Enco Air 2 റിവ്യൂ ചെയ്യാവോ എന്ന്. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചിന്തിക്കുവാണ്, ഞാൻ എന്തുകൊണ്ട് അന്ന് ഇത് ലോഞ്ചായ സമയത്തെ വാങ്ങിച്ച് ചെയ്തില്ല എന്നുള്ളത്. 1990 അല്ല, എനിക്ക് തോന്നുന്നു അന്ന് 2490 അതായിരുന്നു ഞാൻ വാങ്ങിക്കേണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ Oppo Enco Air 2 കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് 1990 അല്ല 2490 വർത്ത് ബൈങ് തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. എന്നാൽ 1990 കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി അങ്ങോട്ട് വാങ്ങിച്ചോളൂ. ഈ ഒരു ഡീലിൽ ഹാഫ് ഇൻ ഇയർ ബെറ്റർ തന്നെയാണ് Oppo Enco Air 2. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.